ഹലോ, അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ മീൻ പിടിക്കാൻ പോവാണേ. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്ന ആള്. നമ്മുടെ മീൻ പിടിക്കുന്ന വല ഇതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്ന വല. നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് വെള്ളം വരുന്നത്. നിറയെ വെള്ളം പോകുന്നുണ്ട് നമ്മുടെ ഇതുവഴി. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വലയൊന്നുമില്ല, പക്ഷേ നമ്മൾ ടെക്നിക്കൽ പരമായിട്ട് ഒരു വല ഉണ്ടാക്കിയിട്ട് മീൻ പിടിക്കാൻ പോവാണ്. നിറയെ വലയൊക്കെ വരും ഇവിടെ. ഇതാണ് നമ്മുടെ പുളിമര ഇവിടെ നിന്നത്. അത് പതിക്കാൻ നിൽക്കാം. പുളിമര വെട്ടിക്കൊണ്ടുപോയി. ഇതിങ്ങനെ ഒരു തോട് പോലെയാണ് വെള്ളം ഒഴുകി പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ കാടായിട്ടൊന്നും കാണാൻ പറ്റില്ല. ടെക്നിക്കലായിട്ടുള്ള മീൻ പിടുത്തം കിട്ടിയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല. ഹായ്. ഓക്കെ, ഇന്നലെയൊക്കെ നമുക്ക് ഇവിടുന്ന് മീൻ ചാടിതാണ് അവിടെ കരയിൽ കയറിയിട്ട് നമുക്കൊരു 3-4 മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തള്ളല്ല ഉള്ളതാണ്, അതും വരാലായിരുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ റോഡ്. ഒത്തിരി നാൾക്ക് ശേഷമാണ് ഇത്രയും വെള്ളം ഒഴുകി പോകുന്നത്. നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനത്തെ സൈസാ നോക്കിയിട്ട് കറക്റ്റാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വിടാം. നമുക്ക് കുഞ്ഞു കുഞ്ഞു മീനുകൾ ഗൈസ്. നമുക്ക് എന്ത് കുഞ്ഞാണ് ഇത്? വലല്ലോ പുളുത്തിയോ? നമ്മുടെ വല സക്സസ് ആയി. ഇത് ഇതാടേ സിലോപ്പി കുഞ്ഞുങ്ങളാണ് തോന്നടേ. അയ്യോ, ഇവളോ ഇത്രയോ? നമ്മുടെ മീൻ വല കെട്ടിയിട്ട് നമുക്ക് മീൻ കിട്ടി. നോക്കിയാൽ എന്തോ സിലോപ്പി കുഞ്ഞുങ്ങളാണ്. ഇതിന് എന്ത് ചെയ്യാൻ വിടാൻ പറ്റത്തുള്ളൂ തോന്നുന്നു. ഇല്ലെന്ന് പറയുന്നു, വേറെ എന്തോ മീനാന്ന് പറയുന്നു, അറിയില്ല. ഞാൻ കരുതി സിലോപ്പി എന്താ ഇതിന്. ഇത് കണ്ടോ റെഡ് കളർ മീൻ? വേണ്ടേ? ഇത് ഞാൻ ആദ്യമായിട്ട് കളി ബിരിയാണി. ഇനി ആദ്യമായിട്ടാണ് കളർ നോക്കിയേ.